അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അപ്പോൾ ഇനി നമുക്ക് ദുറൂസുൽ ഇഹ്സാനാണ് പരീക്ഷ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കേണ്ടത് അപ്പുറത്തെ കോളത്തിൽ നിന്നും കണ്ടുപിടിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവർ സ്വഹാബികൾ. 3. ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. 4. കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ശാഫിഈ മദ്ഹബുകാരാണ്. 5. വിശ്വാസപരമായ 2 ത്വരീഖത്തുകൾ അശ്അരി, മാതുരീദി എന്നീ 2 ത്വരീഖത്തുകളാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം. 1. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി. ഉത്തരം: കർമ്മശാസ്ത്രത്തിൽ 4-ൽ ഒരു മദ്ഹബും വിശ്വാസപരമായുള്ള 2-ൽ ഒരു ത്വരീഖത്തും പിൻപറ്റുന്നവർ. 2. നബിമാർ. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. 3. സിദ്ദീഖുകൾ. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. 4. ശുഹദാക്കൾ. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. 5. സ്വാലിഹുകൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം പറയുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളിൽ നിന്നുമുള്ള ഒരു സഹകരണം മാത്രമാണ് ലൈക്കും സബ്സ്ക്രൈബും. അത് ചെയ്യാത്തവർ ചെയ്ത് സഹകരിക്കുക. മൂന്നാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം. 1. ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ. ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതിനു മുകളിൽ മറ്റൊന്ന് വെക്കാതിരിക്കുക, പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇവ 2 എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മൊത്തം കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 2. പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടത്. പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക, ഭൗതിക സംസാരം ഒഴിവാക്കുക, ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ഇതിൽ നിന്നും 2 മാത്രം. 3. ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന 3 കാര്യങ്ങൾ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക, അവനെ തീയിലെറിയപ്പെടുന്നത് എത്ര വെറുക്കോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. 4. 2 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങൾ. 1. അള്ളാഹുവിൻ്റെ കിതാബ്. 2. നബിചര്യ. 4. പൂർത്തിയാക്കാം. ആദരിക്കേണ്ടുന്നതിലേറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. 2. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയിൽ ആദ്യമേ ഉള്ളവയാണ്. 4. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശാഇറുകളെ ആദരിക്കൽ ഖൽബുകളുടെ എന്തിൽപ്പെട്ടതാണ്? തഖ്വയിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് 5ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്തത് 5ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം. ദീൻ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ്? സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ച പോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. 2. ഭക്ഷണം കഴിച്ചാൽ ചെയ്യേണ്ട നബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം? വിരലുകൾ ഊമ്പലും പാത്രം തുളച്ചു കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നബിചര്യയിൽപ്പെട്ടതാണ്. 3. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അബ്ദുൽ ഖാദിർ ജീലാനി, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നമ്മൾ പറയുമാറുണ്ട്. 4. ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ് അത് ഏതെല്ലാം? അള്ളാഹു തആല ബഹുമാനിച്ച വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, സമയങ്ങൾ മുതലായവയെ ബഹുമാനിക്കൽ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ്. ഇത്രയും കാര്യങ്ങളാണ് ദുറൂസുൽ ഇഹ്സാൻ പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ നിന്നുള്ള സഹകരണമായി സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയുമായി തന്നെ ഉടനെ തന്നെ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.